ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഒരു രാജ്യത്തിന്റെ ക്യാപിറ്റൽ റിസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Capital receipts and capital expenditures. Capital receipts and capital expenditures are key components of a government's budget. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് ആണ് ക്യാപിറ്റൽ റിസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. അഫക്റ്റിംഗ് ഇറ്റ്സ് ഫൈനാൻഷ്യൽ ഹെൽത്ത്, ആ രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെയും എക്കണോമിക് ഡെവലപ്മെന്റിനെയും ബാധിക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടും. ആദ്യം നമുക്ക് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ റിസീപ്റ്റ്സ് റെഫർ ടു ദ ഗവൺമെന്റ്സ് ഇൻകം. ഇത് ഗവൺമെന്റ് ഇൻകം ആണ്. എന്നാൽ ഈ ഇൻകം ചെയ്യുന്നത് എന്താണ്? ദാറ്റ് എയ്തർ ക്രിയേറ്റ്സ് എ ലയബിലിറ്റി ഓർ റെഡ്യൂസസ് ഇറ്റ്സ് അസറ്റ്സ്. അതൊരു ബാധ്യത സൃഷ്ടിക്കുകയോ, ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന് ഒരു ബാധ്യത സൃഷ്ടിക്കുകയോ അതിന്റെ അസറ്റുകളെ കുറയ്ക്കുകയോ അതിന്റെ ആസ്തികളെ കുറയ്ക്കുകയോ ചെയ്യുകയാണ് ഈ ക്യാപിറ്റൽ റിസീപ്റ്റ്സ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള റിസീപ്റ്റ്സിനെയാണ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ദീസ് റിസീപ്റ്റ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഫൈനാൻസിങ് ഗവൺമെന്റ് പ്രൊജക്ട്സ്. അതായത് ഒരു ഗവൺമെന്റിന്റെ പ്രൊജക്ടിനെ ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാലം പണി, ഇപ്പം റോഡ് വികസനം, അപ്പൊ ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾക്ക് ധനം എത്തിക്കുന്നതിന്, അതിനെ ഫൈനാൻസ് ചെയ്യുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള ഗവൺമെന്റ് ചില നിക്ഷേപങ്ങൾക്കോ വേണ്ടിയിട്ടാണ് ഈ ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉപയോഗിക്കുന്നത്. കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ കാണിക്കുകയാണ്. ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് എയ്തർ ക്രിയേറ്റ്സ് എ ലയബിലിറ്റി, ഒരു ഗവൺമെന്റിന് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയോ ഓർ റെഡ്യൂസസ് ആൻ അസറ്റ്, അതിന്റെ അസറ്റുകളെ കുറയ്ക്കുകയോ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് നോക്കാം. ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ ടൈപ്സ്, അതിൽ ഒന്നാമത്തത് ബോറോയിങ്സ് ആൻഡ് ലോൺസ് ആണ്, കടം വാങ്ങലുകൾ. അതായത് ഫണ്ട്സ് റേസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഫ്രം ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ഇന്റേണൽ സോഴ്സിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും. ഇന്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ രാജ്യത്തിനകത്തു നിന്നുള്ള മറ്റു കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് വെച്ചാൽ രാജ്യത്തിന് പുറത്തുനിന്നുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ IMF, വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ. ഓക്കെ, അതായത് ലോൺസ് ഫ്രം RBI, അതായത് RBI നിന്നുള്ള ലോണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നുള്ള ലോണ് ആൻഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ലോണുകൾ. ഓക്കെ, ആരെടുക്കുന്ന? ഗവൺമെന്റിന്റെ കാര്യമാണ്, ഗവൺമെന്റ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫോറിൻ ലോൺസ് ഫ്രം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അതായത് എക്സാമ്പിൾ വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ നിന്ന് എടുക്കുന്ന ലോണുകൾ. ഓക്കെ, ഇതൊക്കെയാണ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ലയബിലിറ്റി ഇങ്ങനെ ബോറോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്. അടുത്തത് അസറ്റുകളെ കുറയ്ക്കുന്നതിനുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ അസറ്റിനെ കുറയ്ക്കും. ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബാധ്യത ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലോണുകൾ എടുക്കുമ്പോഴത്തേക്ക്. ഓക്കെ, ഇനി ഉള്ള അസറ്റുകളെ കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ രണ്ടിലും മൂന്നിലും വരുന്നത്. അതായത് രണ്ടെന്ന് പറയുന്നത് റിക്കവറി ഓഫ് ലോൺസ്. അതായത് നമ്മൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്കോ കടം കൊടുക്കുമ്പോഴത്തേക്ക് ആ കടം കൊടുക്കുന്ന ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞൊരു അസറ്റാണ്, അത് തിരിച്ച് കിട്ടാനുള്ള ഒരു സാധനമാണ്. ഓക്കെ, അത് തിരിച്ച് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അസറ്റ് എന്ന് പറയുന്ന സാധനം കുറയുകയല്ലേ ചെയ്യുന്നത്, ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതാണ് പറയുന്നത് റിക്കവറി ഓഫ് ലോൺസ്. മണി റിസീവ്ഡ് ഫ്രം സ്റ്റേറ്റ്സ്, സംസ്ഥാനങ്ങളിൽ നിന്ന് പണം റിസീവ് ചെയ്യുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസിൽ നിന്ന് ഓർ ഫോറിൻ ഗവൺമെന്റ്സിൽ നിന്ന് ആസ് റീപേയ്മെന്റ് ഓഫ് പ്രീവിയസ് ലോൺസ്. ഓക്കെ, അതായത് പ്രീവിയസ് ലോൺസിന്റെ റീപേയ്മെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ അങ്ങോട്ട് കൊടുത്ത ലോൺ, അത് നമുക്ക് അസറ്റ് ആയിരുന്നു, അത് തിരിച്ച് റിസീവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതാണ് അസറ്റ് റെഡ്യൂസ് ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസറ്റ് സെയിൽസ്. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം, ഇൻകം ഫ്രം സെല്ലിംഗ് ഗവൺമെന്റ് അസറ്റ്സ്, ഗവൺമെന്റ് ആസ്തികൾ വിൽക്കുന്നതിലൂടെ. ഇങ്ങനെ വിൽക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് പണം കിട്ടുകയാണ്, എന്നാൽ ഗവൺമെന്റ് ആസ്തി, ആ ഒരു അസറ്റ് അവിടെ കുറയുകയല്ലേ, എന്നിട്ടല്ലേ പണം കിട്ടുന്നത്. അതുകൊണ്ടാണ് അസറ്റ് റെഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, അതായത് PSUs എന്ന് പറയും. അതായത് എക്സാമ്പിൾ സെല്ലിംഗ് ഷെയർസ് ഓഫ് LICയുടെ ഷെയർസ്, എയർ ഇന്ത്യയുടെയൊക്കെ ഷെയർസ് വിൽക്കുന്നത്. ഷെയർസ് കയ്യിരുന്നാൽ അത് അസറ്റാണ്, അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് അത് വിൽക്കുമ്പോഴത്തേക്ക് പണം കിട്ടുന്നു, എന്നാൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ടാണ് അസറ്റ് കുറയുന്നു പറയുന്നത്. അടുത്തത് സെയിൽ ഓഫ് ഗവൺമെന്റ് ലാൻഡ് ഓർ ബിൽഡിങ്സ്, അതായത് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഭൂമി, ബിൽഡിംഗ് ഒക്കെ വിൽക്കുമ്പോഴത്തേക്കും അസറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം +2ഉം BCom ഒക്കെ കഴിഞ്ഞിട്ട് ഏത് കാരിയർ ചൂസ് ചെയ്യണം എന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്, ചില സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ചില കാരിയർ ഗൈഡൻസ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന നല്ലൊരു കോഴ്സാണ് CMA USA എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് +2 തന്നെ ധാരാളമാണ്. ഈ കോഴ്സിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് USA എന്നാണ്. 1 മുതൽ 1.5 വർഷം വരെയാണ് ഇതിന്റെ പഠന കാലയളവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫീസ് 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെ ആവും. ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ഫൈനാൻഷ്യൽ കൺട്രോളർ, കോസ്റ്റ് അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നീ ജോബുകളാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. പിന്നീട് അടുത്തതെന്ന് പറയുന്നത് CA എന്ന് പറഞ്ഞ കോഴ്സ് ചെയ്യാം. അത് +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഈ CA എന്ന് പറയുന്ന കോഴ്സിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. CA കംപ്ലീറ്റ് ചെയ്യുന്നതിന് 4 മുതൽ 5 വർഷം വരെയാണ് ആവുന്നത്. ഇതിൽ 4 സബ്ജക്റ്റുകളാണുള്ളത്: അക്കൗണ്ട്സ്, ലോ, ബിസിനസ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, പിന്നെ എക്കണോമിക്സ്. ഇങ്ങനെ 4 സബ്ജക്റ്റുകളാണ് വരുന്നത്.
നിങ്ങൾക്ക് ഇത് പാസ്സായി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ ജോലി ലഭിക്കാവുന്നതാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ACCA ആണ്, അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ടാക്സ് അനലിസ്റ്റ്, റിസ്ക് അനലൈസർ, ബിസിനസ് വാല്യുവേഷൻ എന്നീ ജോബുകൾ കിട്ടാവുന്നതാണ്. 2 മുതൽ 3 വർഷം വരെയാണ് ഈ കോഴ്സിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. ഈ കോഴ്സുകളെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് റെഫേഴ്സ് ടു ഗവൺമെന്റ് സ്പെൻഡിങ്, അതായത് ഗവൺമെന്റ് സ്പെൻഡിങ്, അത് എക്സ്പെൻഡിച്ചർ അല്ലേ, അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് ക്രിയേറ്റ്സ് ലോങ് ടേം അസറ്റ്, അതായത് ഇങ്ങനെ എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ഓർ റെഡ്യൂസസ് ലയബിലിറ്റീസ്, അതായത് ഗവൺമെന്റ് ഏതെങ്കിലും ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതായത് എക്കണോമിക് സാമ്പത്തിക വളർച്ചയ്ക്കും ഒരു രാജ്യത്തിന്റെ വികസനത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇതിലേക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇത് പിക്ചറൈസ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയാണ് വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എയ്തർ ക്രിയേറ്റ്സ് ആൻ അസറ്റ്, അതായത് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ഒരു ആസ്തി ഉണ്ടാക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓർ റെഡ്യൂസസ് എ ലയബിലിറ്റി, ഒരു ലയബിലിറ്റി, ഒരു ഗവൺമെന്റ് ലയബിലിറ്റി കുറയ്ക്കുകയോ ചെയ്യുന്ന ഈ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് നോക്കാം. അതിന്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഇതിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്, അതാണ് ഒന്നാമത്തത്. അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റോഡ്സ്, അതായത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പണം ചിലവാക്കുന്നത്, ബ്രിഡ്ജസിന് വേണ്ടിയിട്ട്, റെയിൽവേസിന് വേണ്ടിയിട്ട്, പോർട്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് എനർജി പ്രൊജക്ട്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ പണം ചിലവാക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊക്കെ ഗവൺമെന്റ് അസറ്റുകളാണ്, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ്, അത് മറ്റ് പബ്ലിക് സെക്ടറിന് വേണ്ടി ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഇൻ ഗവൺമെന്റ് കമ്പനീസ്, അതായത് ഗവൺമെന്റ് കമ്പനീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ PSUs എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗിൽ, അതായത് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള മറ്റ് കമ്പനീസിൽ ആൻഡ് നാഷണൽ ബാങ്ക്സിലൊക്കെ ഗവൺമെന്റ് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തുന്നത്. ഇതൊക്കെ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ ഇതൊക്കെ എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അതായത് സെറ്റിംഗ് അപ്പ് ന്യൂ യൂണിവേഴ്സിറ്റീസ്, പുതിയ യൂണിവേഴ്സിറ്റീസ് സെറ്റപ്പ് ചെയ്യുന്നത്, ഹോസ്പിറ്റൽസ് സെറ്റപ്പ് ചെയ്യുന്നത്, റിസർച്ച് സെന്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു രാജ്യത്തിന്റെ അസറ്റാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ ആണിത്, എന്നാൽ അതൊക്കെ ഒരു അസറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി, രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നത്. ഇപ്പം അക്വിസിഷൻ ഓഫ് മിലിറ്ററി എക്യുപ്മെന്റ്, അതായത് ഇപ്പം റഷ്യയിൽ നിന്നൊക്കെ, ജർമ്മനിയിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫൻസ് എക്യുപ്മെന്റ്സ് മേടിക്കാറുണ്ട്. പിന്നെ വാർഷിപ്പുകൾ മേടിക്കാറുണ്ട് USA നിന്ന്. ആൻഡ് ബോർഡർ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് മേടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു രാജ്യത്തിന്റെ അസറ്റുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ ഈ എക്സ്പെൻഡിച്ചറൊക്കെ ഇൻ ടേൺ അസറ്റുകളായിട്ട് മാറുകയാണ്. അടുത്തത് ലോൺ ഡിസ്പേഴ്സ്മെന്റ് ആണ്. അതായത് ലോണിന് വേണ്ടി ചിലവാക്കുന്ന പൈസ, അതായത് ലോൺസ് ഗിവൺ ടു സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ലോൺ കൊടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിനൊക്കെ ലോൺ കൊടുക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധനമാണ്. അപ്പോൾ ഇതൊരു അസറ്റ് ആണ്. അത് അസറ്റ്, ഇത് എക്സ്പെൻഡിച്ചർ ആണ്, എന്നാൽ അത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ അടുത്തെന്ന് പറയുന്നത് ലയബിലിറ്റി കുറയ്ക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എടുത്ത ലോൺ അടയ്ക്കുമ്പോഴത്തേക്ക്, അത് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അതൊരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ്. പിന്നെ അത് തിരിച്ച് അടയ്ക്കുമ്പോഴത്തേക്ക് നമ്മളൊരു പണം ചിലവാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലയബിലിറ്റി, അവിടെ ബാധ്യത അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കണ്ടീഷനാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ടേബിൾ നോക്കാം. ഈ ടേബിളിൽ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ റിസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇത് 2 തമ്മിലുള്ള ഡിഫറൻസ്. അതിൽ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ, ക്യാപിറ്റൽ റിസീറ്റ്സിന്റെ പ്രത്യേകതകൾ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ പ്രത്യേകതകൾ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസീറ്റ്സിന്റെ എന്താണ്, ഗവൺമെന്റ് ഇൻകം, ഗവൺമെന്റ് വരുമാനമാണ്, ദാറ്റ് ക്രിയേറ്റ്സ് എ ലയബിലിറ്റി ഓർ റെഡ്യൂസസ് അസറ്റ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലോ ഗവൺമെന്റ് സ്പെൻഡിങ് ആണ്. ഓക്കെ, ദാറ്റ് ക്രിയേറ്റ്സ് അസറ്റ്, അതായത് അസറ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ റെഡ്യൂസസ് ലയബിലിറ്റി കുറയ്ക്കുകയോ ചെയ്യുന്നതാണ്. അതൊന്നും പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഇമ്പാക്ട് എക്കണോമിയിൽ എങ്ങനെയാണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അഫക്ട്സ് ഗവൺമെന്റ് ഫൈനാൻസിങ് ആൻഡ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്, അതായത് ഗവൺമെന്റ് ഫൈനാൻസിങ്ങിനെയും ഫിസ്ക്കൽ ഡെഫിസിറ്റിനെയും ഇത് ബാധിക്കുന്നു. ഓക്കെ, അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിനെങ്ങനെയാണ് ബാധിക്കുന്നത്, ബൂസ്റ്റ് ലോങ് ടേം എക്കണോമിക് ഡെവലപ്മെന്റ്, ലോങ് ടൈം ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു. ഓക്കെ, അതിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ഞാൻ എക്സ്പ്ലനേഷനിൽ പറഞ്ഞതിൽ അത് വ്യക്തമാണ്. അടുത്ത എക്സാമ്പിൾസ്, ക്യാപിറ്റൽ റിസീറ്റ്സിന് എക്സാമ്പിൾസ് ലോൺസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, റിക്കവറി ഓഫ് ലോൺസ്, അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിന് എക്സാമ്പിൾസ് വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ, PSU ഇൻവെസ്റ്റ്മെന്റ്, ഡിഫൻസ് എക്യുപ്മെന്റ്, ഇതൊക്കെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ബഡ്ജറ്റിംഗിലെ പ്രാധാന്യം നോക്കാം.
ഇമ്പോർട്ടൻസ് ഇൻ ബഡ്ജറ്റിംഗ്. അതായത് ഹൈ ക്യാപിറ്റൽ റിസീറ്റ്സ്, ഹൈ ആയിട്ടുള്ള ക്യാപിറ്റൽ റിസീറ്റ്സ്, IMF എന്നൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹൈ ആയിട്ട് പണം എടുത്തു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫ്രം ബോറോയിങ്, ഓക്കെ, ക്യാൻ ഇൻക്രീസ് പബ്ലിക് ഡെറ്റ്, അതായത് പൊതു കടം, അതായത് രാജ്യത്തിന്റെ കടം വർദ്ധിക്കാം. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ വരും. അടുത്ത പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇപ്പം എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും പാലം പണിക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചിലവായി കഴിഞ്ഞാൽ ഹെൽപ്സ് ഇൻ ലോങ് ടേം എക്കണോമിക് ഗ്രോത്ത്. അത് എന്തിനു സഹായിക്കും? ലോങ് ടേം എക്കണോമിക് ഗ്രോത്തിനും ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷനും, അതായത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ റിസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. അതായത് ഇത് രണ്ടും എക്കണോമിക് സ്റ്റെബിലിറ്റിയിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ നിർവഹിക്കുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ ആൻഡ് ഫിസ്ക്കൽ മാനേജ്മെന്റിലേക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് ഇവ രണ്ടും. ഓക്കെ, വൈൽ ക്യാപിറ്റൽ റിസീറ്റ്സ്, ഞാൻ പറഞ്ഞില്ലേ ക്യാപിറ്റൽ റിസീറ്റ്സ് ഹെൽപ്പ് ഫൈനാൻഷ്യൽ എക്സ്പെൻഡിച്ചേഴ്സ്, അതായത് ക്യാപിറ്റൽ റിസീറ്റ്സ് എന്തിനെ സഹായിക്കുന്നുണ്ട്? ആദ്യം പറഞ്ഞത് ഫൈനാൻസ് എക്സ്പെൻഡിച്ചേഴ്സിനെ സഹായിക്കുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നുണ്ടെങ്കിലോ എൻഷുർ ലോങ് ടൈം ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി, ലോങ് ടൈം ആയിട്ടുള്ള ഗ്രോത്തിനെയും പ്രൊഡക്ടിവിറ്റിയെയും സഹായിക്കുന്നതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.